നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. 2-3 മാസത്തിനകം കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങും, അല്ലെങ്കിൽ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിലേക്ക് എത്തും. നമ്മൾ ഒരു പ്രത്യേക മണ്ഡലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നേമം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന നിയമസഭാ മണ്ഡലമാണ് നേമം. കഴിഞ്ഞ തവണ വി ശിവൻകുട്ടി, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി, അത് BJPയിൽ നിന്ന് പിടിച്ചെടുക്കുകയും അങ്ങനെ ശിവൻകുട്ടി അടുത്ത തവണ വീണ്ടും മത്സരിക്കുമെന്നും പറയപ്പെടുന്നു. പക്ഷേ അതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ശിവൻകുട്ടിയുമായി ഒന്ന് ഏറ്റുമുട്ടിയത്. വി ഡി സതീശൻ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ഇടയ്ക്കിടെ ഉറക്കെ പറയുന്നുണ്ട്. അതിനിടയിലാണ് ശിവൻകുട്ടിയുമായി നിയമസഭയിലെ അന്നത്തെ പഴയ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്ന് കൊളുത്തിയത്. അതിൻ്റെ പേരിൽ മോശമായി സംസാരിച്ചു വി ഡി സതീശൻ എന്ന് വിമർശനമുണ്ടായി. അത് വലിയ വാഗ്വാദങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ശിവൻകുട്ടി സതീശനോട് പറഞ്ഞത്, ഫാസിസത്തിനെതിരെ വലിയ പോരാട്ടം നയിക്കുന്ന ആളല്ലേ, അങ്ങനെയെങ്കിൽ നേമത്തൊന്നു വന്ന് മത്സരിക്കൂ എന്നുള്ള വെല്ലുവിളിയാണ് ശിവൻകുട്ടി നടത്തിയത്. ഇന്ന് വി ഡി സതീശൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നേമത്ത് മത്സരിക്കാനൊന്നും ഞാനില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അജിംസ്, നേമം ശരിക്കും അത് LDF UDF തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു മണ്ഡലമല്ല. നേരെ മറിച്ച് BJP അവരുടെ A ക്ലാസ് മണ്ഡലത്തിൽ ഏറ്റവും മുന്നിൽ വയ്ക്കുന്ന മണ്ഡലമാണ് നേമം. അവിടെ ശിവൻകുട്ടിയും സതീശനും തമ്മിൽ ആ മണ്ഡലത്തിൻ്റെ പേരിൽ ഒരു പോരടിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഈ നേമം മണ്ഡലം പഴയ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിന് പുനഃക്രമീകരിച്ചപ്പോൾ പുതുതായിട്ടുണ്ടായ ഒരു മണ്ഡലമാണ് നേമം. അപ്പോൾ 2011, 2006, 2001, 96 LDF UDF ഒക്കെ ജയിച്ചു. ശക്തൻ്റെ ഒരു സ്ഥിരം മണ്ഡലമായിരുന്നു അത്. അപ്പോൾ പിന്നെ അത് പുനഃക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ 2006 നിന്ന് 2011 ഉണ്ടായ ഒരു മാറ്റം BJP 36% വോട്ട് കൂടി എന്നുള്ളതാണ്. അങ്ങനെ ഒരു വോട്ട് കൂടിയ ഒരു സ്ഥലം വേറെ ഉണ്ടാവും തോന്നുന്നില്ല. ത്രിപുരയിലേക്ക് കണ്ടിട്ടുണ്ടാവുന്നുള്ളൂ. ത്രിപുരയിലൊക്കെ ചിലപ്പോൾ 1 ഡിജിറ്റിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടാവുന്നല്ലാതെ 6%, 5.59% നിന്ന് 37% വോട്ട് വർദ്ധിച്ചു 2011. അതൊരു വൻ ജമ്പാണ്. അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഡിലിമിറ്റേഷൻ്റെ ഭാഗമായിട്ടുണ്ടായതാണോ? അതല്ല, ഈ കരുണാകരൻ കോൺഗ്രസ് വിട്ട് DIC ഉണ്ടാക്കി പോയപ്പോൾ അന്ന് ഇറങ്ങിപ്പോയ കോൺഗ്രസ്സുകാരൊക്കെ പോയി BJP ചേർന്നാണോ? ഈ കോൺഗ്രസ് വോട്ടുകളൊക്കെ BJP ആയി മാറിയതാണോ? നമുക്കറിയില്ല. കാരണം അത് കോൺഗ്രസ് ആയിരുന്നില്ല. അതിനുശേഷം 2015 മത്സരിച്ചത് SJD ആയിരുന്നു. ചാരുവാറ രവിയോ മറ്റാണ് മത്സരിച്ചത്. 2011 ചാരുവാറ രവി, 2016 സുരേന്ദ്രൻപിള്ളയാണ്. അപ്പോൾ സുരേന്ദ്രൻപിള്ള JDUവിൻ്റെ സ്ഥാനാർത്ഥിയാണ്, മറ്റേ SJD സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ കോൺഗ്രസ് വോട്ടാണ് ഒലിച്ചു എന്ന് ഉറപ്പാണ്. കാരണം കണക്ക് നോക്കിക്കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടാണ് BJPയിലേക്ക് പോയിട്ടുള്ളത്. അത് എന്ത് സംഭവിച്ചതാണ്, ഇനി അങ്ങനെയല്ല ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് വോട്ടൊക്കെ വേറെ മണ്ഡലത്തിലേക്ക് മാറിയതാണെന്ന് നമുക്കറിയില്ല. എങ്കിലും കോൺഗ്രസിൻ്റെ വോട്ട് വൻതോതിൽ കുറയും, BJP കുതിച്ചുകയറുകയും ചെയ്തു. അതായത് നമ്മൾ ഉത്തരേന്ത്യയിലെ കാണുന്നത് പോലെ കോൺഗ്രസ് വോട്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് BJPയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അത് ഒരു രാജഗോപാൽ ഫിനോമിനാണെന്ന് പലരും വിലയിരുത്തി. രാജഗോപാൽ മത്സരിച്ചുകൊണ്ടാണ് അത്രയും ഹൈ ജമ്പ് ഉണ്ടായത്. പക്ഷേ പിന്നെ നമ്മൾ കാണുന്നത് BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്നതിനാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വി ശിവൻകുട്ടി ജയിച്ചത് വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനാണ് കുമ്മനം രാജശേഖരനോട് ജയിച്ചത്. അപ്പോൾ അവിടെ BJPക്ക് ഇപ്പോഴും വിജയ സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഈ ഭൂരിപക്ഷം അത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ശിവൻകുട്ടി ജയിക്കാനുള്ളൊരു കാരണം കഴിഞ്ഞ പ്രാവശ്യം K മുരളീധരൻ അവിടെ മത്സരിച്ചുകൊണ്ടാണ്. 2021 മുരളീധരൻ ഈ പറയുന്ന ചാരുവാറ രവിയുടെയും സുരേന്ദ്രൻപിള്ളയുടെയും വോട്ട് കുറേ കൂടി ഗണ്യമായി വർദ്ധിപ്പിച്ചു. 30,000 മുകളിൽ വോട്ട് മുരളീധരൻ നേടി. അതുകൊണ്ടാണ് BJP ജയിക്കാതിരിക്കുകയും ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ശിവൻകുട്ടി ജയിക്കുകയും ചെയ്യാനുള്ളൊരു കാരണം. അപ്പോൾ അവിടേക്ക് വി ഡി സതീശൻ വന്ന് മത്സരിച്ച് BJPയെ തോൽപ്പിച്ച് കാണിക്കൂ എന്ന വെല്ലുവിളി യഥാർത്ഥത്തിൽ ഇല്ലോജിക്കലാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ സതീശൻ വന്നാൽ അവിടെ എന്താണ് സംഭവിക്കുക? സതീശൻ വന്നാൽ മുരളീധരനേക്കാൾ വോട്ട് ഉയർത്തണം സതീശൻ. അത് സതീശന് പറ്റുമോ? നേമം പോലൊരു മണ്ഡലത്തിൽ സതീശൻ വന്ന് മുരളീധരൻ നേടിയതിനേക്കാൾ വോട്ട് 2001 നേടിയേക്കാൾ വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് തന്നെ കരുതുക. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ അത് ആരുടെ വോട്ടാണ് പിടിക്കുക? കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിൽ നിന്ന് എതിരെ കൊണ്ടുവരുമായിരിക്കും സതീശൻ ചെയ്യുക. അപ്പോൾ മുരളീധരൻ അങ്ങനെയാണോ ചെയ്തത്? നമുക്കറിയില്ല. തിരിച്ചു വന്ന കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന വോട്ടുകൾ എവിടെ നിന്നാണ് വന്നത്? അത് LDFയിൽ നിന്നാണോ വന്നത്, അതല്ല BJPയിൽ നിന്നാണോ വന്നതെന്ന് കൃത്യതയില്ല. ഇനി സതീശൻ മുരളീധരനേക്കാൾ വോട്ട് വർദ്ധിപ്പിച്ചാൽ സതീശൻ പിടിക്കുന്ന വോട്ട് ആരുടേതായിരിക്കും? കാരണം ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് UDF ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സതീശൻ തന്നെ പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, പല LDF വോട്ടർമാരും ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്.
അപ്പോൾ സതീശൻ വന്ന് നേമത്ത് മത്സരിച്ച് കഴിഞ്ഞാൽ LDF-കാർ സതീശൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരാ തോക്കുന്നത്? ഉറപ്പായിട്ട് ശിവൻകുട്ടി തോക്കുകയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊരു ഇല്ലോജിക്കലായിട്ടുള്ള, കാരണം ഒരു ഇന്ത്യ മുന്നണി കക്ഷി എന്ന നിലയിൽ, രണ്ടുപേരും BJP എതിർക്കുന്ന ഒരു കക്ഷി എന്ന നിലയിൽ വരൂ സതീശൻ ഇവിടെ ഒന്ന് മത്സരിച്ച് BJP തോൽപ്പിക്കും എന്ന് പറയുന്നത് ഇല്ലോജിക്കലാണ്. അപ്പം ശിവൻകുട്ടി നമുക്കറിയാം ഈ മന്ത്രിസഭയിൽ അത്യാവശ്യം ഇമേജുള്ളൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പാസ്റ്റൊക്കെ പലപ്പോഴും പറഞ്ഞാലും ഈ സഭയിൽ അലമ്പുണ്ടാക്കിയ കഥയൊക്കെ പറഞ്ഞാൽ പോലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് പ്രകടിപ്പിച്ചിട്ടുള്ളൊരു മന്ത്രിയാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, നിർണായക സന്ദർഭങ്ങളിൽ ഈ മന്ത്രിസഭയിലെ മറ്റുള്ള മന്ത്രിമാരെക്കാൾ വോക്കലായി ശക്തമായി RSSനെതിരെ BJPക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം മത്സരിക്കുന്നത് BJPക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതലായി BJPക്കെതിരെ സംസാരിക്കേണ്ടി വരും. അധിക ബാധ്യത LDF-ലുണ്ട്, LDF മന്ത്രിസഭയിലുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം കൂടുതലായിട്ട് പറയുക മാത്രമേ ഉള്ളൂ, നടപടികളിൽ പലപ്പോഴും കാണാറില്ല. അപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് സ്കൂളിലെ ബോംബ് പൂട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ എപ്പോൾ തന്നെ സ്കൂൾ പൂട്ടിക്കും, DD-യുടെ റിപ്പോർട്ടിങ് വരട്ടെ എന്ന് പറഞ്ഞാണ്, ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ വരെയുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എന്തിനാണ് സതീശനുമായി കുറക്കുന്നത് ചോദിച്ചാൽ, LDF-ൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി സതീശനെ ആക്രമിക്കുക എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മുന്നണികൾ തമ്മിലുള്ള, ഐഡിയോളജികൾ തമ്മിലുള്ള മത്സരം മാത്രമല്ല, നേതാക്കൾ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ്. അപ്പോൾ നമ്മൾ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് പാർട്ടിക്കും പോളിസിക്കും ഐഡിയോളജിക്കും വേണ്ടി മാത്രമല്ല, ചില നേതാക്കളുടെ പ്രസൻസ് കൊണ്ടുകൂടിയാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ LDF-നെ സംബന്ധിച്ച് പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട നേതാവ്. ഏറ്റവും കരുത്തനായ, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു നേതാവാണ് LDF എന്ന മുന്നണിയെ നയിക്കുന്നത്. അതേസമയം UDF-നെ ആകട്ടെ, UDF-നെ ഇപ്പോൾ നയിക്കുന്ന ആരാണെന്ന് വെച്ചാൽ സതീശനാണ്. സതീശൻ പിണറായി വിജയനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല അദ്ദേഹം. പിണറായി വിജയൻ്റെ അത്ര പാരമ്പര്യമുള്ള നേതാവല്ല, അത്രയും പ്രായവുമില്ല. വേണമെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും ഒരു യുവ നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ സതീശൻ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പൊളിറ്റിക്കൽ കരിയറിൽ ഒരു മാസ് ലീഡറല്ല, ജനക്കൂട്ടത്തെ ഇളക്കി മറിക്കുന്ന ഒരു ലീഡറല്ല. ലൈക്ക് K. മുരളീധരനെ പോലെ ജനക്കൂട്ടത്തെ ഇളക്കി മറിക്കുന്ന ഒരു മാസ് ലീഡറല്ല അദ്ദേഹം. സതീശനെ ഒരു ലീഡർ എന്നൊരു വിശേഷം പോലും ഇതുവരെയും കോൺഗ്രസ്സുകാർ തന്നെ ആ വിശേഷം കൊടുത്തിട്ടില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് അദ്ദേഹം ഒരു നേതൃ സ്വഭാവവും ശേഷിയും പ്രദർശിപ്പിച്ചു തുടങ്ങുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ വരാൻ പോകുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം തന്നെ ഞാനാണ് ഈ UDF-നെ നയിക്കുന്നതെന്ന് അദ്ദേഹം സ്വയം തന്നെ ക്ലെയിം ചെയ്യാറില്ല. കഴിഞ്ഞ ദിവസം പോലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചൊരു ചോദ്യത്തിന് രമേശ് ചെന്നിത്തല എൻ്റെ കൂടി നേതാവാണ്, അതായത് തൻ്റെ മുകളിൽ നേതാക്കളുണ്ട് കോൺഗ്രസിലെന്ന് പറയാതെയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ CPM LDF എന്താണ് ചെയ്യുന്നത്? സതീശനാണ് ഈ UDF-നെ നയിക്കുന്നതെന്ന് CPM ഉറപ്പിക്കുന്നു. സതീശനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. UDF-നെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് സതീശനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് CPM തീരുമാനിച്ച് സോഷ്യൽ മീഡിയയിൽ ആ പ്രചാരണം നടക്കുകയാണ്. അപ്പോൾ എന്തായി മാറി? അതുവരെ ഉണ്ടാവാത്ത ഒരു നേതൃസ്ഥാനം LDF-ഉം CPM-ഉം സതീശനാൻ കൽപ്പിച്ചു കൊടുത്തു. വേറെയും അതിൽ നേതാക്കളുണ്ട്, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. അതിൽ ആരാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും കൃത്യതയില്ല. അപ്പം ആരും മുഖ്യമന്ത്രിയാവാം, അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അങ്ങനെ ഇരിക്കെ LDF-ഉം CPM എന്ത് ചെയ്യുന്നു? സതീശൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സതീശനാണ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നയാൾ. അതുകൊണ്ട് സതീശനെ ആക്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ മീഡിയ പരിധിയിൽ അതാണ് കാണുന്നത്. അപ്പോൾ സതീശനെ അറ്റാക്ക് ചെയ്യുമ്പോൾ, എല്ലാവരും കൂട്ടമായി അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ മാത്രമായിട്ട് ഇന്നും ഉണ്ടായിരിക്കണം എന്ന് കരുതി ശിവൻകുട്ടി എടുത്തൊരു കാർഡാണത്, സതീശനെതിരായ കാർഡാണ്. പക്ഷെ അത് എന്താണ് പറയുക, ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന രാഷ്ട്രീയം പഠിച്ച ഒരാളാണ്. അങ്ങനെ ഒരാൾ വെല്ലുവിളിക്കാവുന്ന ഒരു രീതിയല്ല അത്. നിങ്ങൾ നേമത്തേക്ക് വരൂ എന്നല്ല പറയേണ്ടത്. നേമത്ത് BJP ആണ് മുഖ്യ ശത്രുവെങ്കിൽ, BJP ആണ് നേമത്ത് ശിവൻകുട്ടിയുടെ മുഖ്യ ശത്രുവെങ്കിൽ ശിവൻകുട്ടി പറയേണ്ട കാര്യം, കോൺഗ്രസ്സുകാർ LDF-ന് വോട്ട് ചെയ്ത്, ജയസാധ്യതയുള്ള LDF-ന് എനിക്ക് വോട്ട് ചെയ്ത് അവിടെ BJP തറപറ്റിക്കണം. അതൊരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. അതല്ലാതെ പറവൂരിൽ മത്സരിക്കുന്ന VD സതീശൻ നേമത്ത് വന്ന് BJP തോൽപ്പിക്കണം എന്ന് പറയുന്നത് ശിവൻകുട്ടിക്ക് നേമത്ത് BJP തോൽപ്പിക്കാൻ കെൽപ്പില്ല എന്ന് പറയാതെ പറയുന്നതിന് തുല്യമാണ്. അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, പറവൂരിൽ കോൺഗ്രസിന് ജനങ്ങൾ കൈവിട്ടു എന്നാണ് പറയുന്നത്. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ട് നേമത്തേക്ക് വരൂ എന്നാണ് പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ശിവൻകുട്ടി BJP തോൽപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പറയേണ്ടത്, അവിടെ 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ്, അവിടെ BJP ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ CPM-ന് വോട്ട് ചെയ്താലേ നേമത്ത് BJP-യെ തോൽപ്പിക്കാൻ പറ്റൂ. അതിനൊരു രാഷ്ട്രീയ കൃത്യതയുണ്ട്. പക്ഷേ ഈ പറയുന്നത് വെറുതെ ഒരു ആകാശത്തേക്കുള്ള വെടി മാതിരിയാണ് തോന്നുന്നത്. പക്ഷേ അത് ഇതിലൂടെ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇപ്പോൾ സതീശൻ ഫാസിസ്റ്റ് വിരുദ്ധനല്ല, ഫാസിസ്റ്റുകൾക്ക് ഒപ്പം നിന്നവനാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ശിവൻകുട്ടി ഇങ്ങനെ പറയുന്നത്. അതായത് ധൈര്യമുണ്ടെങ്കിൽ സംഘികൾക്കെതിരെ മത്സരിച്ച് ജയിക്കൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് തിരിച്ച് വേണമെങ്കിൽ ചോദിക്കാറ്. അപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വന്നിട്ട് തൃശ്ശൂർ വന്ന് മത്സരിച്ചിട്ട് സുരേഷ് ഗോപിയെ തോൽപ്പിക്കേണ്ടതാണല്ലോ. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മാത്രം ഉണ്ടാകേണ്ട ഒന്നാണോ?
അല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം അറിയാം. എന്തുകൊണ്ട് നേമത്ത് വരണമെന്ന് വി ശിവൻകുട്ടി വിളിക്കുന്നു, അല്ലെങ്കിൽ സതീശൻ അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷത വീണ്ടും തെളിയിക്കേണ്ടതുണ്ടെന്ന് സി പി എമാർ പറയുന്നത്? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ശിവൻകുട്ടിയുടെ കാരണം ശിവൻകുട്ടിയെ സംഘിക്കുട്ടി എന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വിധേയത്വമുള്ള പണിയെടുക്കുന്ന ആളെന്ന് വി ഡി സതീശൻ വിമർശിക്കുകയോ ചെയ്തെന്നുള്ള അദ്ദേഹത്തിൻ്റെ വൈരാഗ്യമാണ്. രണ്ടാമത്തേത്, ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് മതനിരപേക്ഷതയുടെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ കഴിയുന്ന ആളല്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ ദിവസങ്ങളിൽ ഇവരുടെ മൊത്തം മെക്കാനിസം പണിയെടുക്കുന്നത്. എന്തിനാണ്? ഞാൻ മതനിരപേക്ഷവാദിയാണ്, തെരഞ്ഞെടുപ്പിൽ ഞാൻ മതനിരപേക്ഷതയ്ക്ക് അപ്പുറം പോയിട്ടുള്ള പണിയെടുക്കില്ല, 10 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും നമുക്ക് മതനിരപേക്ഷതയോട് നാം കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പ്രസംഗിച്ചത് എന്തിനാണ് ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എൻ്റെ ചോദ്യം അതാണ്. എന്തിനാണ് ഇവർ ഈ കാര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നത്? സതീശൻ, എൻ്റെ എപ്പോഴത്തെയും ചോദ്യം, സതീശൻ പറയുന്നു ഞാൻ മതനിരപേക്ഷവാദിയാണ്, ഞാൻ വിദ്വേഷവാദികളായ മനുഷ്യന്മാരെ കാറിൽ കയറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെ അവർക്കും പറഞ്ഞാൽ പോരെ? അവർക്കല്ലേ കുറച്ചുകൂടി ലൗഡായിട്ട് പറയാൻ പറ്റുക? അവരുടെ പാരമ്പര്യം എടുത്തു നോക്ക്. അവരെ ഈ നാട്ടിലെ കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും മതനിരപേക്ഷതയുടെ പാരമ്പര്യം എടുത്താൽ എന്താ സ്വാഭാവികമായിട്ടൊരു എഡ്ജ് സി പി എമ്മിനല്ലേ, എൽ ഡി എഫിനല്ലേ? അല്ലേ? ഈ രാജ്യം 10-25 വർഷക്കാലം ഭരിച്ച കോൺഗ്രസിൻ്റെ ചരിത്രം, സി പി എമ്മിൻ്റെ ഇത്രയും കാലത്തെ അവരുടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ചരിത്രം, അല്ല സ്ഥലങ്ങളിൽ മാത്രം പെനട്രേഷൻ ഉണ്ടായിരുന്ന അവരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അവർക്ക് പറയാലോ ഉറക്കെ. എന്താണ് അവരെ അത് പറയാൻ അർപ്പിക്കുന്ന ഘടകം? ഞങ്ങളെപ്പോലെ തന്നെ താങ്കളും മതനിരപേക്ഷവാദിയല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണോ? അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവർ വെള്ളാപ്പള്ളിയെ ഞാൻ കാറിൽ കയറ്റില്ല എന്ന് സതീശൻ പറയുമ്പോൾ ഞങ്ങളും കയറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ? അത് പറയാൻ പറ്റുന്നില്ല, അതാണ് അവരുടെ പരിമിതി. അപ്പോൾ ഞങ്ങളെപ്പോലെയാണ് നിങ്ങളും, ഞങ്ങൾ വിദ്വേഷക്കാരനായ ഒരുത്തരെ കാറിൽ കയറ്റുന്ന പാർട്ടിയായി ഞങ്ങൾ അതപ്പതിച്ചു, നിങ്ങളും അതപ്പതിച്ചിരിക്കുകയാണ്. നിങ്ങൾ മാത്രമായിട്ട് നല്ലവനാവാൻ നോക്കണ്ട, നിങ്ങൾ മാത്രമായി നല്ലവനാവാൻ നോക്കേണ്ടതാണ് ഈ സി പി എമ്മാർ പറയുന്ന ലക്ഷ്യം. അല്ല എന്താണ്? എനിക്കിത് മനസ്സിലാവുന്നില്ല. അത് ഒരാൾക്ക് കിട്ടുന്ന വേദിയിലെല്ലാം മതനിരപേക്ഷതയോട് നാം കോംപ്രമൈസ് ചെയ്യരുത്, തോറ്റുപോയാലും മതനിരപേക്ഷതയോട് കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇവരത്ര ഡിസ്റ്റർബ്ഡ് ആവുന്നതിനാണ്. രണ്ടാമത്തെ കാര്യം, വി ശിവൻകുട്ടി ആസ് എ മന്ത്രി നിലയ്ക്ക് നന്നായി പെർഫോം ചെയ്യുന്ന ആളാണ്. അതേസമയം അദ്ദേഹത്തെ വിമർശിക്കാനുള്ള കാരണങ്ങളുണ്ട്. അദ്ദേഹം വിമർശനത്തിന് അതീതനൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തെ സംഘപരിവാറുമായി ചേർത്ത് വിമർശിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? PM ശ്രീ എന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിരുന്നു. PM ശ്രീ എന്ന് പറയുന്നത് സെക്കുലറിസത്തിനെതിരാണ്, PMC ഫെഡറലിസത്തിനെതിരാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചവരാണ് സി പി ഐ എമ്മുകാർ. ആ നിലപാട് സ്വീകരിച്ച സംസ്ഥാന സർക്കാരാണ് നമുക്കുള്ളതെന്നാണ് മലയാളികളായി നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മെ ആകമാനം വഞ്ചിച്ചുകൊണ്ട്, ആരും അറിയാതെ, നമ്മളോട് കൺസൾട്ട് ചെയ്യാതെ, ജനങ്ങളോട് പറയാതെ, ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ഒളിച്ചുപോയി PM ശ്രീ പരിപാടിയിൽ ഒപ്പിട്ടവരാണ് സംസ്ഥാന സർക്കാർ. ആ PM ശ്രീ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാകുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് തലപ്പത്തിരിക്കുന്ന വി ശിവൻകുട്ടി വിമർശിക്കപ്പെടും, സ്വാഭാവികമല്ലേ? അവിടെ ശിവൻകുട്ടി വിമർശിക്കപ്പെടാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ശിവൻകുട്ടി ഒറ്റക്കെടുത്ത ഒരു തീരുമാനം അദ്ദേഹം പോയി PMCയിൽ ഒപ്പിട്ട് നടപ്പിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിൻ്റെ ഒപ്പിട്ടതിൻ്റെ വാർത്ത വരുന്നതിൻ്റെ തലേദിവസം കൂടി ശിവൻകുട്ടിയുടെ ചിന്തയിൽ ലേഖനം വന്ന് നമുക്കറിയാം PM ശ്രീക്കെതിരെ. അപ്പോൾ അതിനകത്ത് ചില കളികൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ കളിയുടെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ശിവൻകുട്ടിക്ക് ബാധ്യതയുണ്ട്. ശിവൻകുട്ടി സ്വാഭാവികമായിട്ടും വിമർശിക്കപ്പെടും. PM ശ്രീയിൽ ഒപ്പിട്ട നിങ്ങളാണോ മതനിരപേക്ഷവാദം പറയുന്ന ആൾക്കാർ? മലയാളികളെ പറ്റിച്ച് PM ശ്രീയിൽ ഒപ്പിട്ട താങ്കൾക്ക് അതെങ്ങനെ പറയാൻ അർഹതയുണ്ടെന്ന് ചോദിക്കും. ആ ചോദ്യം കേൾക്കാൻ ശിവൻകുട്ടി ബാധ്യസ്ഥനാണെന്ന് ഞാൻ പറയുക. അതിൽ നിന്ന് ശിവൻകുട്ടിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ചെയറിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശിവൻകുട്ടി അസ്വസ്ഥനാവുന്നത്. നിങ്ങൾ നേമത്ത് ഒന്ന് മത്സരിക്കുമെന്ന് പറയുന്നത് ആ വാദത്തിന് യാതൊരു കഴമ്പുമില്ലാത്തൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും, ലീഡേഴ്സ് എല്ലാവരും അവരുടെ മണ്ഡലം മാറട്ടെ. അടുത്ത തവണ BJPക്ക് കൂടുതൽ ത്രെട്ട് കൊടുക്കാൻ കഴിയുന്ന സ്ഥലത്ത് ധർമ്മടത്ത് നിന്ന് മാറി പിണറായി വിജയൻ മത്സരിക്കട്ടെ. അങ്ങനെയൊക്കെ ആവശ്യപ്പെടാൻ പറ്റുമോ? അങ്ങനെ പോയി മത്സരിച്ചാണോ BJPക്കെതിരായിട്ടുള്ള പൊസിഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പൊസിഷൻ നമ്മൾ ഉറക്കെ പറയേണ്ടത്? BJPക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക, ആ നിലപാടിനൊപ്പിച്ച് തൻ്റെ മുന്നണിപ്പടയെ ആകമാനം ഒരുക്കുക, അവിടെയാണ് ലീഡർ അടയാളപ്പെടുത്തുക. അല്ല ആ ലീഡർ എവിടെ പോയി മത്സരിക്കുന്നു എന്ന ക്വസ്റ്റ്യനാണോ? ധർമ്മടം എന്ന് വെച്ചാൽ CPMൻ്റെ ഉരുക്ക് കോട്ടയാണ്. അവിടെയാണോ പിണറായി വിജയൻ മത്സരിക്കേണ്ടത്? ഉരുക്ക് കോട്ട അല്ലാത്തൊരു സ്ഥലത്ത് പോയി മത്സരിക്കട്ടെ. അങ്ങനെ പറയാൻ പറ്റുമോ? പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ മുന്നണി, അതിൻ്റെ നിലപാട്, ആ നിലപാട് രൂപപ്പെടുത്തുന്നതിൽ പിണറായി വിജയൻ്റെ റോൾ, അതാണ് പ്രധാനം. അതേ നമുക്ക് അസസ് ചെയ്യാൻ പറ്റൂ. മറ്റേതൊരു വിദണ്ഡവാദമാണ്. അപ്പോൾ ഈ ഈഗോ ഹേർട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റുന്ന വിദ്വേഷികളായ മനുഷ്യരെ ഒപ്പം നിർത്തുന്ന ഒരു സംഘമായിട്ട് നിൽക്കുന്നു, മുഖം കുനിച്ച് നിൽക്കുന്നു. കാരണം ജയിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴികളില്ല. ഞങ്ങൾക്ക് ഈ പറയുന്ന വിഷക്കൂട്ടങ്ങളെ ഒപ്പം ചേർത്താലേ പോകാൻ കഴിയൂ. അത് കുറച്ച് ഉളുപ്പുള്ള പരിപാടിയാണല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പന്നപ്പണിയല്ലേ കാണിക്കുന്നതെന്ന് അപ്പുറത്ത് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അയാളെയും കൂടെ ഈ ചെളി തെറിപ്പിച്ച് കൂട്ടാനുള്ള എന്നാൽ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നു. അല്ലെങ്കിൽ എന്താണ് ഉറക്കെ പറയണം മതനിരപേക്ഷത നിലപാട്, ഞങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞ ഇതാണ്, വർത്തമാനത്തിലും ഞങ്ങൾ ആ പൊസിഷൻ പക്കായിട്ട് എടുക്കും എന്നവർക്ക് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച ആരവിടെ? K മുരളീധരനെ പോലെ ക്രൗഡ് പുള്ളർ നേതാവ് മത്സരിച്ചതാണ് നേമത്ത്. പോരെ VD സതീശൻ തന്നെ മത്സരിക്കണമെന്നുണ്ടോ? ഇല്ല. ഇത്തവണയും കോൺഗ്രസ് അത്രയും വലിയ നേതാവിനെ മത്സരിപ്പിക്കണോ? ഇല്ല, അറിഞ്ഞിട്ടില്ലല്ലോ.
അപ്പോൾ അറിയാതെ കോൺഗ്രസ് അവിടെ ഒരു ലൂസർ ഗെയിം കളിക്കാൻ പോവുകയാണ്, ആ ധാരണയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇത് ഓരോ ദിവസവും ഉണ്ടാകുന്ന ഈഗോ ക്ലാഷിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധിയിലേക്ക് വലിച്ചിടാനും ആ നിലയ്ക്കുള്ള ഒരു രോഷം തീർക്കാനൊക്കെ ഏർപ്പെടാൻ. ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി നിയമത്ത് താങ്കൾ വരുമെന്ന ആവശ്യത്തിന് വലിയുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ നിയമത്തേക്ക് വരുന്നില്ല എന്ന് സതീശൻ പറഞ്ഞുകൊണ്ട് സതീശൻ എന്തോ ഭയപ്പാടാണെന്ന് മലയാളിയായ കരുതും എന്ന് എനിക്ക് തോന്നുന്നില്ല.